വെള്ളപ്പാറയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ നേരെ അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറയും, പേരൊന്നും അറിയില്ല. അതായത് നമ്മൾ ഡ്രോണിൽ കണ്ടൊരു സൈറ്റ് നോക്കി അങ്ങ് പോവുകയായിരുന്നു. പേരറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയ പോലെ. അതെ, അത് വേറെ സംഭവമുണ്ട്. അവിടെ ഒറ്റ മനുഷ്യന്മാരില്ല ചോദിക്കാനൊന്നും. വിജനമായ വഴികൾ. ഒരു എന്താ ഈ കൊറോണ സമയത്തൊക്കെ പോയ ആ ഒരവസ്ഥയായിരുന്നു. ഒറ്റ ആൾക്കാരില്ല ആ വഴി എങ്ങും. നല്ല മഴയല്ല, അതായിരിക്കും ആരും ഇങ്ങനെ തോത്തോട്ടങ്ങും. പക്ഷെ അവിടെ എന്തോ മേളിലേതാണ്ട് എന്തോ കട ഇന്നത് കാണുന്നത്, എന്താ അറിയില്ല. അവിടെ കാര്യം കണ്ടൊന്നുമില്ല. ഞങ്ങളുടെ ഇത് വളരെ പേര് പറയില്ല. അങ്ങനെ ട്രോണിൽ കണ്ടുള്ള അതിന്റെ അത് വെച്ച് ഞങ്ങൾ പോയി കണ്ടോളാം. അതെ 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 അതെ. ഇങ്ങനെ സന്ധ്യ സമയത്തൊക്കെ നല്ല മഞ്ഞൊക്കെ ആയിരിക്കും. അതെ അതെ അതെ. പക്ഷെ ഇവിടെ അത്ര വലിയ സെറ്റപ്പ് സ്ഥലമൊന്നും അല്ല. ആൾക്കാരങ്ങനെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല അതൊരു വെള്ളച്ചാട്ടമാണത്. ആ വെള്ളം വീഴുന്ന സ്ഥലം കണ്ടോ? ഒരു കണ്ടോ ആ സ്ഥലമുണ്ട്. അവിടെ വലിയ താഴ്ചയൊന്നുമില്ല, നമുക്കറിയാം കുളിക്കുകയും ചെയ്യാം. ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പാണ്. എന്നിട്ട് അമ്പലമുണ്ട്. അമ്പലം നല്ല ഒരാളത് അതിന്റെ വേറെ നല്ല സെറ്റപ്പാണ്. നേരത്തെ കാണുമ്പോൾ നല്ല ഭംഗിയത്. മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ഒരു അമ്പലവും. അതെ. വെള്ളം കണ്ട സ്ഥിതിക്കൊന്നും ഇറങ്ങാതിരിക്കുന്ന മോശമല്ലേ? അപ്പൊ നമ്മള് വെള്ളത്തിറങ്ങണം. ഞാൻ ഇറങ്ങി. ഒരാളൊന്ന് ഇറങ്ങിയാൽ മതി, പിന്നെ അപ്പൊ എന്നെ പറഞ്ഞാ ഇറങ്ങണ്ട, ഡ്രസ്സൊക്കെ മാറിയല്ലേ ഇറങ്ങണ്ടെന്നെല്ലാം പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങി കഴിയുമ്പോ എല്ലാം എന്റെ പുറകെ ഇറങ്ങി. അതെ അതെ. നീ മാത്രം നീ ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങാതിരിക്കുന്ന മോശമല്ലേ? അതെ. അങ്ങനെ അവിടെ ഞങ്ങൾ അതൊരു ഡ്രോൺ ഷൂട്ടൊക്കെ ചെയ്തു. എങ്ങനെ കൊള്ളാല്ലേ? സൂപ്പർ അടിപൊളി. അതെ, ഇതാണ് ആ ഫുള്ള് അതിന്റെ കിട്ടുന്നത് അല്ലേ? അതെ. നമ്മൾ അവിടെ കാണുമ്പോൾ ഇത്ര ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ കണ്ടപ്പോൾ ഇത്ര ഭംഗി തോന്നിയില്ല. വീട്ടിൽ വന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എല്ലാം ലോങ് സൈറ്റിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയാണ്. നമ്മൾ പോയ വഴി ഏതാ കേട്ടോ, ഈ വഴിയാണ് നമ്മൾ പോയത്. അതല്ല മേലെക്കൂടെ ആ ലൈൻ പോകുന്ന വഴി, അതിനാണ് നമ്മൾ പോയത്. അതും ഏത് ടഫ് റോഡാ അത്. നമുക്ക് വീട്ടിൽ വരച്ചാലോ? അതെ, ഇങ്ങനെ അറിയാൻ സാധിക്കും. എന്താ കല്ല് കണ്ടോ? ഇപ്പൊ താഴെ വയ്ക്കുന്നു ഒരു കല്ലിരിക്കുന്നുണ്ടോ? അത് എന്ന ചെടി? ഓ, തെങ്ങിൻ്റെ അവസ്ഥ. ഞാൻ ചാടി തുടങ്ങി. അതെ. ഞങ്ങൾ നനയാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് കയറി. ഞാൻ ഇറങ്ങിയത് കണ്ട് ജോസ് ബ്രോയും ഇറങ്ങി, ചേച്ചി ഇറങ്ങി, പിന്നെ എല്ലാരും ഇറങ്ങി. എല്ലാരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ്ടും ഇറങ്ങി. ആരും കുളിക്കാനൊന്നുമില്ല കേട്ടോ, അറിയോ? 2 വട്ടം കുളിച്ച് ഡ്രസ്സ് മാറി. അതുകൊണ്ട് ഇനി ആരും വെള്ളത്തിറങ്ങാൻ ആർക്കും അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിലൊക്കെ നിന്നു. രാവിലെ തൊട്ടുള്ള പണിയല്ലേ, വെള്ളത്തിൽ ഇറങ്ങുന്നു, നനയുന്നു, അത് പക്ഷെ എന്താ തണുപ്പാ വെള്ളത്തിന്. അതെ അതെ. അങ്ങനെ അവിടെ കുറച്ചേരൊക്കെ കളിച്ച് രസിച്ച് ഞങ്ങൾ നിന്നു.
അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കയറി അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ നോക്കി പോവായിരുന്നു. അവിടെ ചെന്നപ്പോഴോ അതെ ജോസ് ബ്രോ വിഷമിച്ച് വരുന്നുണ്ട്, പോകാൻ വരുന്ന അങ്ങനത്തെ വരുവാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി. നമ്മളോർത്ത് വഴി ബ്ലോക്ക് ഇട്ടേക്കാന്ന്, പക്ഷെ അല്ല കേട്ടോ. എന്താ സംഭവം അറിയോ? ആ വലിയൊരു പാറ ഇടിഞ്ഞ് വീണിട്ട് അതിനെ പൊട്ടിച്ച് മാറ്റി സൈഡിൽ കൂടെ വഴിയാക്കി വെച്ചേക്കും. ആ അത്രേ ഉള്ളൂ. ആ ഇത് വലിയ കാണുന്നതല്ല, വലിയൊരു പാറയത്. അപ്പൊ നിങ്ങൾ തിരിച്ച് പോകുന്നതും വന്നതൊക്കെ വേറെ വേറെ വഴിയാണോ? അല്ല, ഈ വഴി പോയാൽ അടുത്ത വെള്ളച്ചാട്ടം കാണാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവിടെ കാണാൻ തിരിച്ചു പോവുകയാണ്. ഇനിയും പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ വഴിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇനി വേറെ വഴിയുണ്ട്. ഞങ്ങൾ ഈ ടോൺ നോക്കിയപ്പോഴേ വേറെ വഴി കണ്ടു. അപ്പോൾ അതുവഴി തിരിച്ച് പോകുന്ന കരുതി തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് അടുത്ത വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു. ഇതിൻ്റെ പേര് അറിയത്തില്ല. അതെ അതെ, ഇത് ഊർപ്പിക്കാരെ പോകുന്ന റൂട്ടാനല്ല. ഇപ്പൊ കണ്ട കാലാവസ്ഥ മൊത്തത്തിൽ മാറി, മഴയെല്ലാം പോയെന്ന് തോന്നുന്നില്ല, വെയിൽ കണ്ടു. അതെ നല്ല ഇവിടെ നല്ല ക്ലൈമറ്റ്. ഈ സ്ഥലം കണ്ടിട്ട് വേറെ ഏതോ സ്ഥലം മുമ്പ് കണ്ട നല്ല മഴയും ഒരു മഞ്ഞും കൂടിയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേ വെയിലായല്ലോ. അതെ അതെ, ഇവിടെ നല്ല ഒരു കുളിച്ചുള്ള സെറ്റപ്പ് ഉണ്ട് എന്ന് പറയാം. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ റിസോർട്ടൊക്കെ ഉണ്ട് വെള്ള. ഞങ്ങൾ താഴെ നിർത്തി. അവിടെ ഒരു റിസോർട്ട് വന്നൊരു അച്ഛനെ കണ്ടായിരുന്നു. അച്ഛനെ പറയാൻ തോട്ട് വെള്ളം ഇവിടെ അടുത്ത വെള്ളച്ചാട്ടം കാണാമെന്നൊക്കെ പറയായിരുന്നു. പോയായിരുന്നു പിന്നെ? ഓ അടുത്ത് പോയില്ല. അടുത്തല്ലേ വെള്ളച്ചാട്ടം കണ്ടത് എല്ലാവരും അടുത്ത്. ഇതാണ് ആ വെള്ളച്ചാട്ടം. ചെറുതല്ല, ആ താഴെ വരുന്ന വെള്ളമില്ലേ അതിന്റെ അടുത്ത മലഭാഗമാണിത്. ആ വെള്ളത്തിന്റെ അടുത്ത ഒരു വഴിയുള്ള ഭാഗമാണിത്, ചെന്നത്താന്ന ഭാഗം. അത്രേ ഉള്ളൂ. വേണ്ട, ക്യാമറ എന്തോ പറയാൻ വരുന്നത്, എന്താ വന്നത് ഏതോ അറിയാം. അല്ല പറയാൻ വന്നല്ല, അവയിൽ പോയാലും ഞാൻ അറിഞ്ഞ അടുത്ത വെള്ളച്ചാട്ടം കണ്ടിട്ട് എന്താ ശരിയായിരിക്കും. അതായിരിക്കും ഇതാണ് ആ വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോം സ്റ്റേയിലേക്ക് എത്തി. അത് നമ്മളെ മറിയൻകുളത്തിന് അടുത്തുള്ളൊരു ഹോം സ്റ്റേ ആണ്, റാന്നി ഹോം സ്റ്റേ. അവിടെ നല്ല സെറ്റപ്പാണ് അല്ലേ? അതെ, ഇവിടെ നല്ല രണ്ട് അല്ല, അത് മറിയൻ കോളേജാ. അത് മറിയൻ കോളേജിൻ്റെ വൈഭാഗം, അത് ഹോസ്റ്റലാണ് അവരുടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയകത്ത് പാർക്ക് ചെയ്തു. അപ്പം ജോഷി പറയാൻ കേട്ടണ്ട, അടുത്ത ഇനി പോകാനുണ്ട്, അടുത്ത സ്ഥലം പിടിക്കാനുള്ളതാണ് അതെ എന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമ്മളെ റൂമൊക്കെ ഒന്ന് കണ്ടേ, പിന്നെ വന്നതല്ലേ, റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇതാണ് അവിടെ കയറി ചെല്ലുമ്പോൾ ഉള്ള വ്യൂ. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. കിച്ചൺ ഉണ്ട്. ഇനി വന്നതാണല്ലോ, ഇത് പറയണ്ടല്ലോ. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേട്ടോ. ഇവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, തുമ്പിടെ ക്ലാസ് കഴിഞ്ഞ പേര് വൈകിട്ട് അങ്ങ് വന്നായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അതെ, അപ്രത്യക്ഷമായിട്ടുള്ളൊരു വരവായിരുന്നു. ഇപ്പം പ്ലാൻ ചെയ്തല്ലായിരുന്നു. അതെ, പ്ലാനിങ്ങിലാണ് നല്ലത്. പ്ലാൻ ചെയ്താൽ വലിയ പാടല്ലേ. ഒട്ടും പ്ലാൻ ചെയ്ത, ഞാൻ വരാൻ അങ്ങനെ വിചാരിച്ചതേ അല്ല. അങ്ങനെ തുമ്പി മീൻ കൂടെ കാറിൽ അങ്ങ് വന്നു.
ഞങ്ങളങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് പോണേ. ഈ സ്ഥലം കാണുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഏതാന്ന്. ചാർലി മൂവിയിലെ അതെ, ലൊക്കേഷൻ. ചാർലിക്കുളം. അതെ, ഈ മയത്ത് മാത്രമേ ഉള്ളൂ ആ കുളം, ഇല്ലേ കുളമില്ല കേട്ടോ. ആ, ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു ഇത് ചായ പോലെ ഉണ്ട്. ഓ ഇല്ല ഇല്ല, അത് മഴ പെയ്യുമ്പോൾ വന്ന് വെള്ളം ഇങ്ങനെ എത്ര അത്രയാണ് കുളമൊന്നും അല്ലത്. ഈ മഴക്കാലത്തേ ഉള്ളൂ ഇതിന്റെ ഇത്ര കാണാനും ഭംഗി. അതെ അതെ, വേനൽക്കാലത്ത് വന്നാൽ അവിടെ ഒന്നും ഇല്ല, ചെറിയ ചായ പോലെ എത്ര ഉള്ളൂ. ഞാൻ തൊട്ട് താഴെ കുഴിയാണ്. ഞാൻ പറഞ്ഞപ്പോ സെക്യൂരിറ്റി വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന്. എന്തോ എന്താ അറിയില്ല, നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി. എന്തോ അല്ല, ഞങ്ങൾ അത്ര വണ്ടി ഉണ്ട്, അവരെയും പറഞ്ഞു വിട്ടാൽ തോന്നുന്നു. ഞങ്ങൾ അവിടെ തന്നെ ആ വണ്ടി എവിടെ ഇരുന്നു, വണ്ടി ഇട്ടില്ലേ കുഴപ്പമില്ല, വണ്ടി ഇടാൻ പാടില്ല അതേ സമയം. എന്താ അറിയില്ല, ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു വണ്ടി അവിടെ ഇരുന്നത് നിങ്ങൾ വേണമെങ്കിൽ വിളി കിട്ടോ, ഇവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അടുത്ത വേറെ ഒരു സ്ഥലമാണ്. എന്നാലും അവിടെ ഒരു ശവകുടീരം ഉണ്ടോ, കല്ലറ പോലെ. അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോണേ. പക്ഷെ ഇതിലുള്ള വഴി ഇച്ചിരി റിസ്ക് വഴിയാണ്. വേറെ വഴിയുണ്ട് വരാൻ. ഇത് പീരിമേടി എന്നിട്ട് കയറി പോകുന്ന വഴിയാണ്. അതെ, ഇതവിടെ ആ വണ്ടിക്കാരെല്ലാം റോഡിലിട്ടിട്ട് അകത്ത് കാണാൻ വന്ന ആൾക്കാരാണ് അതെല്ലാം കേട്ടോ. നമ്മൾ പക്ഷെ വണ്ടി അകത്ത് കയറ്റി, അതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റിയുടെ പറഞ്ഞ ഇടാൻ പറഞ്ഞു. ചാർലിക്കുളം കാണാൻ വേണ്ടി. അതെ അതെ, ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകണം. അതെ അതെ, നമ്മൾ ആക്രം വഴി കയറി വന്ന് അകത്ത് ചെന്നു. അതെ അതെ, ഇതവിടെ എന്താ പഴയ ബസ് സ്റ്റോപ്പ് എന്ന സംഭവം തോന്നുന്നു. ഇത് കണ്ടാൽ കറക്റ്റ് തമിഴ്നാട് ആ ഒരു ഇതില്ലേ, ഒരു നമ്മുടെ അടുത്ത ലയം ആ ഒരു സെറ്റപ്പ് സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലായിടവും നല്ല ഭംഗിയാ. ചാർലിക്കുളത്തിന്റെ ആ ഭാഗങ്ങൾ നല്ല ഭംഗിയല്ലേ. അതെ അതെ, അമ്പലം. സാറേ ഈ അമ്പലം കണ്ടോ, നമ്മുടെ നാട്ടിലെ അമ്പലം പോലല്ല ഇത്. അതിൽ കണ്ടോ ഒരു ഇതില്ലേ അല്ലേ, നല്ല ഭംഗിയില്ലേ. ഇരിക്കാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു അല്ലേ. നല്ല ഐഡിയകളോടെ സംഭവം ഉണ്ടല്ലേ. ആ മതിലും കാണാൻ രസമുണ്ട്. ആ ഇവിടെ പഴയ എന്തൊരു ബിൽഡിങ്, അത് പൊളിഞ്ഞു മൊത്തം. അതെ, അത് നമ്മൾ വന്ന് കാണണം, അപ്പോഴേ പിന്നെ കൊള്ളാം. എല്ലാം രസമാണ്. ഇത് ഞങ്ങളിപ്പം കൈലാസഗിരി കയറിയാണ്. അത് ജീപ്പ് ഓഫ് റോഡിൽ കയറത്തുള്ളൂ. അവിടുന്ന് കയറുന്ന ഇച്ചിരി ടാസ്കാ. അതെ അതെ, വിഷയമേ അല്ല. നമ്മളങ്ങനെ മണ്ടക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു, ഫുള്ള് പോയി കിടക്കുക വഴി. ഒരു ഇപ്പം സമയത്താണെന്നറിയോ, ഒരു 4 മണി. അതെ, ആ സമയത്താണ് നമ്മളിത് കയറുന്നത്. അതാ അവിടെ ചുമ്മാ നിർത്തിയ. അപ്പം നമ്മൾ കയറി വന്ന വഴിയൊന്നും കാണാൻ പോലും ഇല്ല. അമ്മാതിരി കുട. ആ പോകാൻ പറ്റും, ഞങ്ങൾ മണ്ടയ്ക്ക് കയറിയായിരുന്നു. അല്ല ഇത്രേ ഉള്ളോ, ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റും? ഉണ്ട്, ഇനി പോകാനുണ്ട് സ്ഥലം. ഇടയ്ക്ക് നിർത്തി ഞങ്ങൾ അവിടെ താഴ്ഭാഗം നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തിയ. അപ്പോഴത്തേക്ക് കോട വന്നു കൂടി. ആ ഉണ്ട് തന്നെ കണ്ടോ, ഇപ്പം കണ്ടോ ഈ വ്യൂ കാണാൻ നിർത്തിയതാ. അപ്പം കോട ഒന്നും കൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവിടെ കുളമൊക്കെ ഉണ്ട്. ആ അതേ ഇടയ്ക്ക് കുറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അതെ കുളം അത്. അവിടെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ഞങ്ങൾ മണ്ട കയറാൻ പറ്റിയില്ല. എന്താ അറിയോ,
മൊത്തം ഇരുണ്ട് ഒന്നും കാണത്തില്ല. കാണാൻ പറ്റാതെ ഇത് ഞങ്ങൾ കാണുന്നത് ഇതെന്താ സംഭവം എന്നറിയാമോ? തണുപ്പ് കാരണം എല്ലാവരും എഞ്ചും മോണ്ടും ഒക്കെ ഇട്ട് കൈ കൂടാക്കുകയാണ്. അത്രയും കാണാൻ പോയത്. അതെ അതെ അതെ. ലാസ്റ്റ് അവിടെ നിന്ന് അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല. ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരു 7 മണി. ആ പക്ഷെ സമയം അത്രയൊന്നും ആയിട്ടില്ല. നല്ല ഇരുട്ട് മൂടിയത് പോലെ ഉണ്ടേ. ആ ഇരുട്ടല്ല, കോട ഒന്ന് കൂടിയതുകൊണ്ട് ഇരുട്ടാന്ന് തോന്നുന്നു. ആ അതെ അതെ. ഇവിടെയാണ് ലൈറ്റിന്റെ ഒരു പ്രത്യേകത വരുന്നുണ്ടോ? യെല്ലോ ലൈറ്റ്. അതെ, നടത്തി നടന്നെങ്കിൽ നല്ല വെട്ടമല്ലേ? അവിടെ നിന്ന് എന്തോ ഒരു ഗോളം വരുന്നത്. അതെ അതെ, അടുത്ത് കാണുമ്പോൾ എല്ലാം കാണാം. പക്ഷെ ഒരു ഇച്ചിരി മാറി കഴിഞ്ഞാൽ ഫുള്ള് മൂടിയ അവസ്ഥയാണ്. ആ വഴിയുടെ അവസ്ഥ ഉണ്ട്. ഇവിടെ കൂടുതൽ അവിടെ നടന്നാണ് കാരണം പിന്നെ ഓഫ് റോഡ് ജീപ്പുകാരൊക്കെ വരാറുള്ളൂ ഇവിടെ. ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ട് അതെ അതെ. ഞങ്ങൾ കൈലാസഗിരിയിൽ അധിക സമയം കളഞ്ഞില്ല. എന്തെന്നാൽ മറ്റൊന്നുമല്ല, ഞങ്ങളെ പ്രതീക്ഷിച്ച് കുറച്ച് ആൾക്കാർ നിങ്ങളുടെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അപ്രതീക്ഷിച്ച് കിട്ടിയതാണ്, പ്രതീക്ഷിക്കാതെ വന്ന കുറച്ച് പേര്. അതെ, അത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ബൈ.